ഒരു ദിവസം ഒരു പ്രത്യേക വാൻ വലിയൊരു പെട്ടി ഈ കമ്പനിയിലേക്ക് ഡെലിവറി ചെയ്തു. അതിനകത്ത് എന്താണെന്നറിയില്ല. എന്തായാലും സെക്യൂരിറ്റി, അതായത് ജെഫ്, ഈ പെട്ടി എടുത്തുകൊണ്ട് ഫാക്ടറിയുടെ അകത്തേക്ക് കൊണ്ടുപോയി വെക്കും. അപ്പോഴാണ് ആരോ അകത്ത മുറിയിൽ നിന്നും ആഞ്ഞു മുട്ടുന്നതിന്റെ ശബ്ദം ജെഫ് കേൾക്കുന്നു. കള്ളനാണെന്ന് വിചാരിച്ച് ഡോറ് ചവിട്ടി പൊളിച്ചു നോക്കുമ്പം ഒരു കുഞ്ഞു പയ്യൻ അവരെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒന്നും അറിയാത്തൊരു കുഞ്ഞു പയ്യൻ. ഇതൊരു തടങ്കൽ ക്രൈമാണെന്ന് മനസ്സിലാക്കിയ മസലൻ ആ പയ്യനെ രക്ഷപ്പെടുത്തി അവിടുന്ന് കൊണ്ടുവരുമായിരുന്നു. എന്നാൽ ഈ കഥ കേട്ടിട്ട് ഹീറോയ്ക്ക് വിശ്വാസമാവില്ല. നീ എന്തൊക്കെയോ ഇതിനകത്ത് നുണ പറയുന്നുണ്ടെന്ന് ഹീറോ പറയാണ്. ആ സമയത്ത് പിള്ളേര് ഏതോ കഫേനുള്ള ഡ്രിങ്ക്സും കുടിച്ച് ഫിറ്റായി റോട്ടിൽ കൂടെ ചാടി കളിച്ച് നടക്കുകയായിരിക്കും. ഈ നേരത്ത് വില്ലന്മാർക്ക് ഹീറോയുടെ ഫോൺ കിട്ടിയിട്ടുണ്ട്. അവരത് വെച്ച് പിള്ളയുടെ കയ്യിലുള്ള GPS ട്രാക്ക് ചെയ്ത് ഇവരുള്ള സ്ഥലം കണ്ടുപിടിച്ച് വരികയാണ്. ഈ നേരം നിന്റെ കഥ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഹീറോ മസലിനോട് പറയുമ്പോൾ അയാൾ പറയും, ഇതിൽ ചെറിയ മേക്കപ്പ് ഒക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്, എന്നാലും ത്രെഡ് സെയിമാ. അവനെ ഞാൻ രക്ഷപ്പെടുത്തിയത് തന്നെയാ. രക്ഷപ്പെടുത്തി കഴിഞ്ഞ് നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെറുക്കനെ കൊണ്ടുപോയത്. എന്നാൽ പോലീസുകാർ വിചാരിച്ചു ഞാനാണ് പയ്യനെ കിഡ്നാപ്പ് ചെയ്തതെന്ന്. മാത്രമല്ല ഈ വില്ലന്മാർക്ക് പോലീസിലും നല്ല പിടിയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവർ വിശ്വസിച്ചില്ല. സോ പയ്യനെയും കൊണ്ട് ഞാൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി വരികയായിരുന്നു. ഇപ്പം നമുക്ക് വില്ലന്മാരെയും നമ്പാൻ പറ്റില്ല, പോലീസുകാരെയും നമ്പാൻ പറ്റില്ല. അതാണ് നമ്മുടെ അവസ്ഥ എന്ന് മസലൻ ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നേരത്ത് പിള്ളേര് അവരെ പിടിക്കാൻ വേണ്ടി വന്ന വില്ലന്മാരിൽ ഒരാളെ കാണുന്നുണ്ട്. അയാളെ കണ്ട് പേടിച്ചോടാൻ നേരമാണ് നമ്മുടെ ലൂക്കാസിനെ റാഗ് ചെയ്യുന്ന സ്കൂളിലെ പിള്ളേർ അങ്ങോട്ട് വരുന്നത്. ആ വില്ലന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം, ഈ പിള്ളേരെ ഓടിക്കുകയും വേണം. ഇത്രയും കാലം പാവായിട്ട് നിന്ന ലൂക്കാസ് ഇപ്പൊ കുറെ ആക്ഷനൊക്കെ കണ്ടതുകൊണ്ട് മുന്നേ വന്ന് മിരട്ടുന്ന പയ്യന്റെ മോന്തയ്ക്ക് ഒരൊറ്റ അടി കൊടുക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് അടിക്കാനുള്ള ധൈര്യം അവനില്ല. അപ്പോഴാണ് ഈ CJ പയ്യൻ ഫീൽഡിൽ ഇറങ്ങുന്നത്. അവന് നല്ല ഫൈറ്റ് അറിയാം. ചെറുക്കൻ ചാടി എല്ലാ പിള്ളേരെയും അടിച്ച് കാലൊടച്ച് ഓടിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഹീറോ മസലിനോട് ചോദിക്കുകയാണ്, സോ നീ ആദ്യം ഒരു കള്ളക്കഥ പറഞ്ഞു, ഇപ്പൊ പറയുന്ന കഥ ഞാൻ എങ്ങനെ വിശ്വസിക്കും? CJ നിന്റെ മകനെ അല്ല, ഇല്ലാത്ത ഭാര്യ മരിച്ചു എന്നും പറഞ്ഞു. ആകെ കൂടി നീ CJയെ കട്ടെടുത്തത് കൊണ്ടാണ് ഇവന്മാരെല്ലാം നമ്മളെ പിടിക്കാനും കൊല്ലാനും വരുന്നത്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുള്ള പോംവഴി? അത് പറയും. ഇത് കേട്ട് മസലൻ പറയും, ഇനിയുള്ള പോംവഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം നമുക്ക് പരസ്പരം നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരുമിച്ചൊരു ടീമായിട്ട് പ്രവർത്തിക്കാം. ഇത് കേട്ട ഹീറോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, അതാണ് ഞാൻ ചോദിച്ചത്. ഇതുവരെ സംസാരിച്ചുകൊണ്ട് പിള്ളേരെ നോക്കുമ്പോൾ പിള്ളേരെ കാണുന്നില്ല. അപ്പോഴേക്കും വില്ലന്മാരെ കാറുകളെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് മസലൻ കട്ടെടുക്കാനുള്ള കാറ് നോക്കുക. ആ നേരത്ത് ഗുണ്ടനായ ഹീറോ, നീ കാറും നോക്കിയിട്ടിരിക്കും, ഞാൻ ചെന്ന് നിന്റെ പിള്ളേരെ നോക്കട്ടെ എന്നും പറഞ്ഞ് പിള്ളേരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടും. ഈ പിള്ളേരാണെങ്കിൽ വില്ലന്മാരെ കാണാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും. ഭാഗ്യത്തിന് ഹീറോയുടെ കയ്യിലാണ് അവരെ കണ്ടുകിട്ടുന്നത്. ഹീറോ പിള്ളേരോട് പറയും, നമുക്ക് ആരും കാണാതെ ഇവിടെ നിന്ന് ഒളിച്ചോടാം. ആ മസലിനെ എങ്ങോട്ടാ പോയിരിക്കുക, അവന്റെ കണ്ണിലും പെടാൻ പാടില്ല, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതേട്ട് മോൻ ചോദിക്കും, ആ മസലിനില്ലെങ്കിൽ ഈ വില്ലന്മാരെ നമ്മളെ കൊന്നുകളയും, ജെഫ് എവിടെയാണെന്ന് കണ്ടുപിടിക്കച്ചാ, അല്ലെങ്കിൽ ശരിക്കും നമുക്ക് രക്ഷയില്ല. ഇതിവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു വില്ലൻ തോക്കുമായി ഇവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത് വരുന്നുണ്ട്. അപ്പോഴായിരിക്കും ജെഫിന്റെ എൻട്രി. അവൻ ആ വില്ലനെയും ഇടിച്ചു തെറിപ്പിച്ചിട്ട്, പിള്ളേരെ ഓടിവായോ, നമുക്ക് അടുത്ത റേസിന് സമയമായെന്നും പറഞ്ഞ് അവരെ വിളിച്ച് കാറിനകത്ത് കയറ്റി വേഗത്തിൽ ഓടിച്ചു പോവാ. ഈ സമയം ഹീറോ ചോദിക്കും, അവരെങ്ങനെയാണ് നമ്മളെ കണ്ടുപിടിച്ചത്? നമ്മൾ രക്ഷപ്പെട്ടു പോയതല്ലേ, പിന്നെ എങ്ങനെ അവർക്ക് നമ്മളുള്ള സ്ഥലം മനസ്സിലായി? എന്റെ കാണാതെ പോയ ഫോൺ ഒരുപക്ഷെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ലൂക്കാസിന്റെ സ്ഥലം അവർ മനസ്സിലാക്കും, അതിൽ ട്രാക്കറുണ്ട്. സോ ലൂക്കാസിന്റെ GPS ഓഫ് ആക്കണം എന്ന് പറഞ്ഞ് ഹീറോ പയ്യനോട് അവന്റെ GPS എടുത്ത് ഓഫാക്കാൻ പറയാ. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പിറുപിറുക്കാണ്, ഞാനൊരു നല്ല അച്ഛനാവാനാണ് ആഗ്രഹിച്ചത്, എൻ്റെ ഈ മകനെ രക്ഷപ്പെടുത്താൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ വീണ്ടും ഒരു വേഴ്സ്റ്റ് ഡാഡാവാം. ഇത് കേൾക്കുമ്പോൾ ജെഫ് പറയും, അങ്ങനെ പറയല്ലേ ഗുണ്ടപ്പ, നീ ഒരു നല്ല അച്ഛനാണ്, നീ നിന്റെ മകന് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടു, ഞാനത് കണ്ടതല്ലേ. അവൻ നല്ലൊരു പയ്യനായിട്ട് വളരും, അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ ഒരു നല്ല അച്ഛനുമാണ്. ഇത് കേട്ട് ഹീറോ പറയാണ്, എനിക്കൊരു ബയോളജിക്കൽ ഫാദർ ആവാൻ കഴിഞ്ഞില്ല, എന്നെ ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, കല്യാണവും കഴിഞ്ഞില്ല. ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സുന്ദരിയായ ഒരു പെണ്ണ് എന്നെ ഇഷ്ടപ്പെട്ടത്. എന്റെ കോലത്തിനൊന്നും അവൾ ചേർന്ന പെണ്ണേയല്ല. ഇത് കേൾക്കുമ്പം മസലൻ പറയും, തീർച്ചയായിട്ടും അവൾക്ക് നല്ല ബുദ്ധിയുണ്ട്, സൗന്ദര്യമുണ്ട്, അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, എന്നിട്ടും എങ്ങനെയാണ് അവൾ ഈ ഉരുളക്കിഴങ്ങ് മോന്തനെ ഇഷ്ടപ്പെട്ടെന്നാണ് എന്റെ സംശയം. അതിന് ഹീറോ, ഇപ്പൊ അതല്ല വിഷയം, അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഒരു കൊച്ചു പയ്യനും ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. ആ പയ്യൻ എന്നെ അച്ഛാ എന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ ലൈഫ് മാറിയതാ. അവനൊരു നല്ല അച്ഛനാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട മസലൻ പറയും, നീ തീർച്ചയായിട്ടും നല്ലൊരു അച്ഛനാ, നിന്നെപ്പോലൊരു അച്ഛനാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഭാഗ്യമില്ലാതായി. അവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും പാടുപെടുന്നത്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് കേട്ട് ഹീറോ ചോദിക്കും, ഇപ്പൊ അവൻ എവിടെയെങ്കിലും സേഫായിട്ട് പാർപ്പിക്കാനുള്ള സ്ഥലമുണ്ടോ? നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ മസലൻ പറയാണ്, എനിക്കൊരു സ്ഥലം അറിയാമെന്ന്. ഇവരങ്ങനെ ആ സ്ഥലത്തേക്ക് പോകുന്നു. ഒരു വൃദ്ധ സദനമാണത്. അവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജെഫിന്റെ പിതാവ്. ഈ പിതാവ് അവിടെയുള്ള വൃദ്ധ അമ്മച്ചിമാരെ സ്നേഹിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുക. ആരും ലോൺലി ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് എല്ലാവർക്കും കൂട്ടിരിക്കും. അതാണ് പുള്ളിയുടെ ജോലി. ഇപ്പോ CJ പയ്യനെ കണ്ട ഉടനെ ഈ പിതാവ് പറയുകയാണ്, അവനെ കാണാൻ ജെഫിനെ പോലെ തന്നെ ഉണ്ടെന്ന്. ജെഫ് ചെറുപ്പത്തിൽ അതേപോലെ ആയിരുന്നു എന്ന്. ഇവരാ തന്തയ്ക്ക് എന്തോ തോന്നിയതാണെന്ന് വിചാരിക്കും. എന്തായാലും ഈ ഡാഡിയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ
പുള്ളിക്കാരൻ ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ വേറെ സ്ത്രീകളുമായി ഉല്ലസിക്കാൻ വേണ്ടി ജെഫിനെ കൊണ്ടുപോയി ഓർഫനേജിലാക്കി. അങ്ങനെ ഉത്തരവാദിത്തമുള്ള അപ്പനാണിത്. അതുകൊണ്ട് തന്നെ ജെഫിന് അപ്പനുമായിട്ട് നല്ല ബന്ധമൊന്നുമില്ല. ഇപ്പം എന്തായാലും പുള്ളിക്കാരൻ ജെഫിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നു. അത് നോക്കുമ്പോൾ ഈ സീജേനെ കണ്ട അതേപോലെയാണുള്ളത് ജെഫ്. അങ്ങനെയാണെങ്കിൽ സീജ ഒരുപക്ഷെ ജെഫിന്റെ തന്നെ മകനാണോ? അങ്ങനെ വരാൻ വല്ല വഴിയുണ്ടോ? ഹീറോ ചോദിക്കുകയാണ് ജെഫിന്റെ അടുത്ത്, ഈ പയ്യന്റെ അമ്മ ആരാണെന്ന്. ജെഫ് പറയും, ഞാൻ ഒരുപാട് വിഷമത്തിലായതുകൊണ്ട് തന്നെ 1000-ഓളം പെണ്ണുങ്ങളുമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിലേത് തള്ളയാണ് ഇവന്റെ തള്ളാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ജെഫ് പയ്യനോട് ചോദിക്കും, അവന് നിന്റെ അമ്മയെ അറിയുമെന്ന്. അവൻ അറിയാൻ പാടില്ല. എന്തായാലും നീ എൻ്റെ മകനായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി നമ്മൾ അപ്പനും മകനുമായിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കും. ഒരു ഹൈഫൈ തായോന്നും പറഞ്ഞ് ജെഫ് കൈ ഉയർത്തി കാണിക്കുക. പക്ഷെ ഈ പയ്യന് കയ്യിലടിച്ച ശീലമില്ല, വയറ്റത്ത് കുത്തിയ ശീലമുള്ളൂ. അവനൊരു കുത്തു കൊടുക്കും. അത് കഴിഞ്ഞ് ജെഫ് അപ്പൻ്റെ അടുത്ത് പോയിട്ട്, അപ്പാ ഞങ്ങൾ ചെറിയ പ്രശ്നത്തില്ല, ആ പ്രശ്നം സോൾവ് ചെയ്യുന്നത് വരെ ഈ കുട്ടികളെ ഒന്ന് നോക്കുമെന്ന് ചോദിക്കും. എന്നാൽ അപ്പനാണെങ്കിൽ കുട്ടികളെ നോക്കി ശീലമില്ല ചെറുപ്പം മുതലേ. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, നീ പിള്ളേരെ വിളിച്ച് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും, ഞാനിവിടെ ചേച്ചിമാരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. പുള്ളിക്കാരനൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ല മസിലിന്റെ തന്തയ്ക്ക്. അപ്പനാന്നുള്ള പേരേ ഉള്ളൂ, ഇപ്പൊ സഹായിക്കുന്നില്ല പുള്ളി. അതുകൊണ്ടാണ് ജെഫിന് അപ്പൻ ഇഷ്ടമല്ലാത്തതും ഒരു നല്ല അച്ഛനാവാൻ ആഗ്രഹിക്കുന്നതും. തന്റെ തന്തയെ പോലെയല്ല, ഞാനൊരു നല്ല തന്തയാവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജെഫ് ഹീറോയോട് പറയും. സംഭവം അപ്പൻ ഇമോഷണൽ കണക്ഷൻസ് ഇല്ലെങ്കിലും ജെഫ് ഭയങ്കര ഇമോഷണൽ ആളാ. താൻ ആർമിയിലുണ്ടായിരുന്നപ്പോൾ ബോംബ് കെട്ടിവെച്ച ഒരു പയ്യനെ വെടിവെച്ച് വീഴ്ത്തണമായിരുന്നു. എന്നാൽ അതൊരു ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ ഹീറോ വെടിവെച്ചില്ല. അതുകൊണ്ട് ഇവരെ ടീമിലുള്ള ചിലർ മരണപ്പെടുകയും ചെയ്തു. സോ ഓർഡർ കിട്ടിയിട്ടും വെടിവെക്കാത്തത് കൊണ്ട് തന്നെ ഹീറോയെ ആർമിയിൽ നിന്ന് പിരിച്ചുവിടുമായിരുന്നു. ആ കേണൽ അവസാനമായിട്ട് പറഞ്ഞത്, നീ എൻ്റെ പെർഫെക്റ്റ് സോൾജറാണ്, പക്ഷേ നിന്നെ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു ഷെൽട്ടർ തരയാം, അതിനു മുന്നേ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് റോഡരിയിലുള്ള ഒരു തട്ടുകടയിൽ കയറി ഒരു ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ ജെഫും മകനും ഒരേപോലെയാണ് കഴിക്കുന്നത്, ഒരേ ആക്ഷൻസ്. ചെറുക്കൻ തന്തയുടെ മകൻ തന്നെയാണ്, ഒരു മാറ്റമില്ല എന്ന് ഹീറോ പറയുക. അത് കഴിഞ്ഞ് തൻ്റെ മകനെ പോലെ തന്നെ കഴിക്കാൻ ഹീറോ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. ഭക്ഷണശേഷം ഹീറോ ജെഫിനോട് ചോദിക്കും, നീ ആ സെക്യൂരിറ്റി ജോലി ചെയ്ത കമ്പനിയിലെ ആരെങ്കിലും അറിയോ? അവരെ കോണ്ടാക്ട് ചെയ്താൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവില്ലേ? അപ്പോഴാണ് ജെഫ് ആലോചിക്കുക, അവിടെ മുട്ടക്കോസ് പോലത്തെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. അയാൾക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയില്ല. പുള്ളിക്ക് പെണ്ണുങ്ങളെ ഡേറ്റിംഗ് ആപ്പിലൂടെ സെറ്റാക്കി കൊടുത്തത് നമ്മുടെ ജിഫാണ്. ഇങ്ങേരാണ് സംസാരിച്ച് കറക്റ്റാക്കി കൊടുത്തത്. സോ അതേപോലെ ഇപ്പോൾ ഒരു ഫേക്ക് പെണ്ണിന്റെ പ്രൊഫൈൽ വെച്ച് അവനോട് സംസാരിച്ച് അവനെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ നമുക്ക് അവനെ പിടിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി പുള്ളിക്കാരനോട് സംസാരിക്കും. ഹായ് സാക്ക്, നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി, നീ അതീവ സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുക. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ മുട്ടയ്ക്ക് മനസ്സിലായി ഇത് ഫേക്ക് പ്രൊഫൈലാണെന്ന്. റഷ്യൻ ബോട്ട്സ് ആണെന്നാണ് പുള്ളി വിചാരിക്കുക. ബ്ലോക്ക് ചെയ്ത് വിടും. ജെഫ് പുതിയൊരു പ്രൊഫൈൽ ഉണ്ടാക്കി നമുക്കിന്ന് രാത്രി കുട്ടിയും കൊല്ലും കളിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് വിടും. അതും ഫേക്കാന്ന് മനസ്സിലാക്കി പുള്ളിക്കാരൻ റിപ്പോർട്ട് അടിക്കുക. ഉടനെ ഹീറോ മൊബൈൽ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചാൽ അവന് മനസ്സിലാവും ഫേക്കാണെന്ന്. പെണ്ണുങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല, അവർ കുറച്ചുകൂടെ സ്വീറ്റ് ആയിട്ടാണ് സംസാരിക്കുകയുള്ളൂ, ഞാൻ അതുപോലെ സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് പുള്ളി സ്വന്തം ഭാര്യയുടെ ഫോട്ടോ ഇട്ട്, എൻ്റെ പേര് എമിലി എന്നാണ്, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടു, അതിൽ നിങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ, പാട്ടുകൾ ഇതെല്ലാം എനിക്കിഷ്ടമാണ്, ഇതുപോലൊരു റിയൽ ആയിട്ടുള്ള ആളെയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്, നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാം കോമൺ ആണ്, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണമെന്നുണ്ട് എന്നായിരിക്കും മെസ്സേജ്. ഈ പ്രൊഫൈൽ കാണുമ്പോൾ മുട്ട സംഭവം സത്യമാണെന്ന് വിചാരിക്കും. സംശയത്തിന് ഒരു പാട്ടുകാരൻ്റെ പേരും ചോദിക്കുന്നുണ്ട്. ഇവർ കറക്റ്റായിട്ട് ഉത്തരം പറയും. സോ ആൾ ഒറിജിനലാന്ന് മനസ്സിലാക്കിയ മുട്ട നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് കുട്ടിയും കോലും കളിച്ചാലോ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇവർ ശരിയെന്ന് പറഞ്ഞിട്ട് വരാനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കും. ഒപ്പം മൂടാവണമെങ്കിൽ മുട്ടക്കോസിന്റെ വസ്ത്രം ധരിച്ച് വരാനും പറയും. അങ്ങനെ പുള്ളിക്കാരൻ ആ വസ്ത്രവും ധരിച്ച് സ്ഥലത്തേക്ക് വരിക. അപ്പണ്ട് നമ്മുടെ ഹീറോ ഇവൻ ഗേ ആണ്, എന്നെ വിളിച്ച് പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങിപ്പോകാൻ നിൽക്കുക. അപ്പോഴായിരിക്കും മസിലൻ കയറി വന്ന് ഇവന്റെ മുഖത്ത് കവറിട്ട് അവനെ പിടിക്കുന്നു. എന്നിട്ട് ജിഫ് ചോദിക്കും, നീ എൻ്റെ മകനെ എന്തിനാണ് അടച്ചു വെച്ചിരുന്നതെന്ന്. അപ്പം ആ മുട്ട പറയാണ്, നിനക്ക് ഈ തുണി എടുത്ത് മാറ്റിയിട്ട് ചോദിച്ചൂടെ, കാരണം ഞാൻ നിന്റെ മുഖം കണ്ടതാ, ഇനി എന്തിനാ മറച്ചു വയ്ക്കുന്നത്, നിന്റെ മോന്ത ഒരു തവണ കണ്ടാൽ തന്നെ മനസ്സിലാകും, നിങ്ങളെല്ലാവരെയും ഞാൻ കണ്ടതാ, തുണി മാറ്റാൻ പറയും. അപ്പം ജിഫ് തുണി മാറ്റിയിട്ട് സത്യങ്ങൾ തുറന്ന് പറയാൻ പറയുക. പുള്ളിക്കാരൻ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പം മസിലൻ കുറെ ഐസ് കൊണ്ടുവന്ന് ഇയാളുടെ മോന്തയ്ക്ക് ഒഴിച്ചിട്ട് ഞാൻ ഇനിയും നിന്നെ ടോർച്ചർ ചെയ്യും, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറയാം. അപ്പം ഹീറോ മസിലിനെ പിടിച്ച് മാറ്റിയിട്ട് നീ അവനിങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യാതെ അവൻ നിന്നെ പേടിക്കില്ല, കുറച്ചുകൂടെ കഠിനമായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയും. അപ്പം മസിലൻ ഒരു ഷേവിംഗ് സെറ്റ് എടുത്തിട്ട് നമുക്ക് അവൻ്റെ ചന്തി ഷേവ് ചെയ്താലോ എന്ന് ചോദിക്കുക. അപ്പം ഹീറോ പറയും, നീ ഷേവ് ചെയ്താൽ അവൻ പേടിക്കില്ല, ഞാൻ തന്നെ ഷേവ് ചെയ്യാമെന്നും പറഞ്ഞ് ഇവൻ ആ കത്തി എടുത്തുകൊണ്ട് പോയി ആദ്യമേ പേടിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പേടിക്കില്ല.
എന്നൊരു സൈക്കോ കില്ലറെ പോലെ പെരുമാറാമെന്നും പറഞ്ഞിട്ട് ഒരു പ്രത്യേക കിറ്റ് കൊണ്ടുപോയി അതിനകത്ത് ആയുധങ്ങളൊക്കെ പുറത്തെടുക്കും. നോക്കുമ്പോൾ അത് പെമ്പിള്ളേരുടെ കോസ്മെറ്റിക് കിറ്റാണ്. ഇത് വെച്ച് എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കവേ ഹീറോ കത്രികയെടുത്ത് ഞാൻ ഇത് വെച്ച് നിന്നെ കുത്തൂന്ന് പറയാണ്. അപ്പം മുട്ടക്കോസം പറയും, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും മാറിയിട്ട് ആ പിള്ളേരെ ഇങ്ങോട്ട് പറഞ്ഞോട്, ഞാൻ അവരുമായിട്ട് സംസാരിക്കാം, നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാനും പോകുന്നില്ല. ഉടനെ ഹീറോ ഒരു 300 രൂപ പണം കൊടുത്തിട്ട് പറയും ഇപ്പം പറയാം. സോ അപ്പം തന്നെ ഗുണ്ടനുള്ള കാര്യം തുറന്നു പറയാണ്. ആ പയ്യൻ ജെഫിന്റെ മകനല്ല, മസിലന്റെ മകനല്ല, അവനൊരു ജനറ്റിക് അനലോഗാണ്. ജെഫിന്ന് സെല്ലെടുത്ത് ക്ലോൺ ചെയ്തുണ്ടാക്കിയ കുട്ടിയാണത്, ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയ മനുഷ്യൻ. അതുകൊണ്ടാണ് ജെഫിനെ പോലെ തന്നെ ഇരിക്കുന്നത്. എന്നാൽ ജെഫിനെക്കാട്ടിലും കഴിവുകൾ അവന് കൂടുതലാണ്, ഫാസ്റ്ററാണ്, സ്ട്രോങ്ങറാണ്. പ്രത്യേക രീതിയിലാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്തിന് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ഉത്തരം അറിയില്ല. എന്നെ അവിടെ കാവലിരിക്കാൻ പറഞ്ഞു, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആരാണ് ചെയ്യിച്ചെന്ന് ചോദിക്കുമ്പോൾ പേരെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പുള്ളി പറയും. ജെഫ് ലൈറ്റ് എടുത്ത് അടിക്കാൻ പോകുമ്പോഴാണ് സൈമൺ മാഡോക്സ് എന്നുള്ള പേര് പുള്ളിക്കാരൻ പറയുന്നു. ഏതോ ഒരു സൈമൺ മാഡോക്സ് ആണ് ഇങ്ങനെ ക്ലോൺ ചെയ്തിട്ടുള്ളത്. അതാരാ നോക്കുമ്പോൾ നമ്മുടെ ടെസ്ല കമ്പനി ഓണറിനെ പോലെ വലിയൊരു ശാസ്ത്രജ്ഞനാ പുള്ളി, കുറച്ച് പ്രാന്തനുമാണ്. ഇയാൾ എന്തിനിത് ചെയ്തു എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഹീറോ ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുമ്പം ജെഫും ക്ലോണും കൂടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഹീറോയുടെ ഭാര്യ ഹീറോയെ വിളിക്കുന്നു. ഫോൺ എടുക്കുമ്പോൾ വേറെ ഏതോ ഒരു അപരിചിതനാ സംസാരിക്കുന്നു. അയാൾ വീഡിയോ കോളിൽ വരാൻ പറയും. എന്നിട്ട് ഭാര്യയുടെ വീഡിയോ കാണിച്ചു കൊടുക്കും. പുള്ളിക്കാരി കടയിൽ നിന്ന് വീട്ടിലേക്ക് പോവാ. പുള്ളിക്കാരിയുടെ ഫോൺ ഈ വില്ലന്മാരടിച്ചു മാറ്റിയിട്ട് ഞാനും തന്റെ ഭാര്യയുടെ കൂടെ അവരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സ്നേഹിക്കും. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ജെഫിനെയും മകനെയും വിളിച്ചോണ്ട് പോവാ, അല്ലെങ്കിൽ നിന്റെ കുടുംബം ആപത്താവൂന്ന് പറയാം. ഇത് കേട്ട ഹീറോ വേറെ വഴിയില്ലാതെ സൈമൺ മാഡോക്സിന്റെ സ്ഥലം മനസ്സിലായി, നമുക്ക് അങ്ങോട്ട് പോവാന്നും പറഞ്ഞ് ജെഫിനെയും വിളിച്ച് പിള്ളേരെയും വണ്ടി കയറ്റി ഈ വില്ലന്മാര് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ. ആ നേരത്ത് ജെഫ് പറയുന്നുണ്ട്, ഞാൻ പെറ്റതല്ലെങ്കിലും എനിക്കൊരു മകനെ കിട്ടിയില്ലേ, ഞാൻ അവനെ നല്ലപോലെ വളർത്തും, ഒരു നല്ല അച്ഛനായിരിക്കും ഞാനെന്ന്. ഇങ്ങനെ പോയി അവര് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ ഈ സ്ഥലം കണ്ട് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് ജെഫ് മനസ്സിലാക്കാണ്. അടുത്ത നിമിഷം വില്ലന്മാരുടെ കാറുകൾ അങ്ങോട്ട് നിരനിരയായി വന്നു തുടങ്ങി. ഇതെന്താ സംഭവിക്കണമെന്ന് ജെഫ് ഹീറോയോട് ചോദിക്കുക. ഹീറോ പറയും, എന്നോട് ക്ഷമിക്കുക, എന്റെ ഭാര്യ അവര് പിടിച്ചു, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്ന്. അടുത്ത നിമിഷം കുറേ വില്ലന്മാര് തോക്കുമായി ജെഫിനെ വളഞ്ഞു കഴിഞ്ഞു. അപ്പോഴായിരിക്കും കാറിനകത്ത് നിന്നും വടിച്ച മുഖമായിട്ട് ഒരാൾ ഇറങ്ങി വരുന്നു. നീ ആരാടാന്ന് ജെഫ് ചോദിക്കുക. ഹീറോ പറയും, അതാണ് സൈമൺ മാഡോക്സ് എന്ന്. അടുത്ത നിമിഷം ഈ വില്ലന്മാര് ജെഫിനെ ലോക്ക് ചെയ്ത് CJയെ പിടിച്ചോണ്ട് പോവാണ്. അവൻ ചെറിയ പയ്യനാ, അവനെ വിട്ടേക്കെന്ന് ജെഫ് പറയുന്നുണ്ട്. അപ്പോൾ വില്ലന്മാര് പറയും, നീ വിചാരിക്കുന്ന പോലെ ഇവനൊരു കുട്ടിയല്ല, ഒരു പ്രൊഡക്റ്റാണ്, ഞങ്ങളുടെ കണ്ടുപിടുത്തമാണ്. അവൻ ഇമോഷൻസ് ഒന്നുമില്ല, ഒരു മെഷീനാണത്. ആ കണ്ടുപിടുത്തത്തെ മറ്റൊരാൾ അപഹരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് കേൾക്കുമ്പോൾ ജെഫ് പറയും, അവസാനമായി ഞാൻ അവനോടൊരു ബൈ പറഞ്ഞോട്ടെ, അതിനെങ്കിലും ഒരു സ്പേസ് തരുമെന്ന്. ഇത് കേട്ട വില്ലൻ അങ്ങനെ ബൈ പറഞ്ഞാലൊന്നും അവൻ മനസ്സിലാക്കില്ല, അവൻ ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്ന് പറയും. അപ്പൊ ജെഫ് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, അവൻ ഇമോഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം മനസ്സിലാവുമല്ലോ എന്നും പറഞ്ഞിട്ട് ചെറുക്കനോട് ബൈ പറയും. നിനക്ക് ഞങ്ങളെ പിരിയുന്നതിൽ വിഷമമില്ലേ എന്ന് ചോദിക്കും. എന്നാൽ ആ പയ്യൻ, നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ പറഞ്ഞ സാധനമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജെഫിന് കൈ പോലും കൊടുക്കാതെ മുഖം തിരിച്ച് വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുക. അപ്പൊ നമ്മുടെ ലൂക്കസ് ചെറുക്കൻ ഓടിപ്പോയി അവൻ ഇട്ടിരുന്ന കോട്ട് ഈ CJയ്ക്ക് അഴിച്ചു കൊടുക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് ബൈ പറയുക. അത് കഴിയുമ്പോൾ വില്ലന്മാര് പയ്യനെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ നേരത്തെ കണ്ട മസിലൻ റൗഡിയില്ലേ, അയാളൊരു തോക്കുമായിട്ട് വരികയാണ് നമ്മുടെ ജിഫിനെ തട്ടാൻ. അപ്പോഴായിരിക്കും ഹീറോ ഇയാളെ ഇടിക്കാൻ വേണ്ടി കാർ അവരെ ഇടയിലൂടെ ഓടിച്ചു പോകുന്നു. മണ്ടനായതുകൊണ്ട് അയാളെ കാർ ഇടിച്ചില്ല, പോയി കണ്ടെയ്നറിലിടിച്ച് വണ്ടി നിന്നു. എന്തായാലും ഈ വില്ലന്റെ ശ്രദ്ധ ഒന്ന് മാറിയത് കൊണ്ട് ജെഫ് അവന്റെ മൂക്കിനിടിച്ച് പരത്തി അയാളെ ബോധം കെടുത്തി. ഇപ്പൊ ഹീറോ മകനോട് ചോദിക്കുക, നമ്മൾ ജെഫിനെ രക്ഷപ്പെടുത്തിയോന്ന്. മോൻ പറയും, വിചാരിച്ച ആളെ ഇടിക്കാൻ പറ്റിയില്ല, പക്ഷേ ശ്രദ്ധ മാറ്റി, അതുകൊണ്ട് ജിഫ് അയാളിടിച്ച് പുള്ളി സ്വയം രക്ഷപ്പെട്ടു. ഇത് കേട്ട ഹീറോ മകനോട് പറയാണ്, നീ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു അച്ഛനാവാൻ എനിക്ക് കഴിയുന്നില്ല, ഞാനൊരു ബാഡാസ് ഒന്നുമല്ല, വയസ്സായ ആളാണ്, എന്നോട് ക്ഷമിക്കേ, നിനക്കെന്നെ വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത് കേൾക്കുമ്പോൾ മോൻ പറയും, ഒരിക്കലുമില്ല, എന്ത് പറഞ്ഞാലും നിങ്ങൾ എൻ്റെ അച്ഛനാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ മാറൊന്നും വേണ്ട, നിങ്ങൾ ഈ ഉള്ളപടി തന്നെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളുണ്ടല്ലോ, അത് മാത്രം മതി. അത് കഴിയുമ്പോൾ മസിലൻ ഹീറോയോട് പറയും, നീ എന്ത് നാരിത്തരാടാ കാണിച്ച്, എന്നോട് പറയായിരുന്നല്ലേ, എത്ര നേരമായി നമ്മൾ കൂട്ടുകാരാണ്, നീ കാരണമാണ് ചെറുക്കം മിസ്സായി പോയത്. അത് കേട്ട ഹീറോ, എന്നോട് ക്ഷമിക്കേ, ഭാര്യയെ കാണിച്ച് പേടിപ്പിച്ചപ്പോൾ എനിക്കിത് ചെയ്യേണ്ടി വന്നു, ഇനി മറ്റെന്തെങ്കിലും വഴിയുണ്ടോ? അതിന് മസിലൻ പറയാ, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, കാരണം അവൻ ഇമോഷൻസ് ഒന്നുമില്ല എന്നല്ല അവർ പറഞ്ഞത്, അവൻ എന്നോട് സ്നേഹം കാണിച്ചിട്ടുമില്ല, പിന്നെ എന്തിനു പുറകെയാണ് നമ്മൾ പോവേണ്ടത്? അത് കേട്ട് ഹീറോ പറയും, അവൻ നിന്റെ മകനാണ്, അത് മനസ്സിലായില്ലേ, നിന്റെ സന്തതി, അവൻ വരാൻ പറഞ്ഞില്ലെങ്കിലും നമുക്ക് അവനെ രക്ഷപ്പെടുത്തേണ്ട കടമയുണ്ട്, അവൻ എല്ലാ ഇമോഷൻസും ഉണ്ട്, കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, നമുക്ക് അവനെ കണ്ടുപിടിക്കണം. ഇതിവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില്ലന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ടാവും. എടുത്തു നോക്കവേ GPS ഓൺ ആയിട്ടുണ്ട്. ഹീറോ ആ GPS ട്രാക്കർ ഇപ്പൊ ആരെടുത്താണെന്ന് മോനോട് ചോദിക്കുക. മോൻ കൊടുത്ത ഹുഡിയിൽ, CJയ്ക്ക് കൊടുത്ത ഹുഡിയിൽ ആ GPS ട്രാക്കർ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ്, എന്നാൽ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CJ നമ്മൾ അവനെ രക്ഷപ്പെടുത്താൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അവൻ ഇമോഷൻസ് ഉണ്ട്, നമുക്ക് പോയാലോ എന്നിവർ ചോദിക്കുക. ജെഫ് പറയും തീർച്ചയായിട്ടും എന്റെ മകനെ രക്ഷപ്പെടുത്താൻ ഞാൻ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. അങ്ങനെ ഇവർ കാർ എടുത്ത് ആ ലൊക്കേഷനും ട്രേസ് ചെയ്ത് ഏതോ ഒരു പഴയ ഫാക്ടറിയിലേക്ക് ചെല്ലുകയാണ്. നേരം ഇപ്പോൾ ഇരുട്ടിയിട്ടുണ്ട്. വണ്ടി വെളിയിൽ തന്നെ പാർക്ക് ചെയ്ത് ഇവര് ചെറുക്കനോട് കാറിലിരിക്കാൻ പറയും. അപ്പൊ ചെറുക്കൻ അപ്പൻ്റെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വരില്ലേന്ന്. ജെഫ് പറയും രണ്ടുപേര് വന്നില്ലെങ്കിലും രണ്ടിലേതെങ്കിലും ഒരാൾ വരും, അയാൾ അപ്പനായി കണക്കൂട്ടി നീ ജീവിച്ചോണെന്ന്. ചെറുക്കൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൻ പകച്ചു വെക്കുമ്പോൾ ഇവര് മുന്നോട്ട് പോകും. ഹീറോയാണെങ്കിൽ ഇപ്പം നല്ല ചാർജായിരിക്കുക. കമോൺ നമുക്ക് തകർക്കണം എന്ന് പറഞ്ഞ് ഹീറോ ഗേറ്റിലേക്ക് ചാടി കയറുന്നുണ്ട്. അപ്പോൾ മസിലൻ ഗേറ്റിന്റെ പാസ്വേഡ് അടിച്ച് അത് മേലെ നൈസായിട്ട് തുറക്കും. ഇതെല്ലാ സിനിമയിലും ഉണ്ടെങ്കിലും ഇങ്ങനെ ഗേറ്റിൽ തൊത്തിപ്പിടിച്ച് പോകുന്ന തടിയനെ ഈ സിനിമയിലാണ് കാണാൻ പറ്റും. പാവം മനുഷ്യൻ. എന്തായാലും ഇവരിപ്പോ ഫാക്ടറിയുടെ അകത്തേക്ക് കയറി. രണ്ടുപേരും സ്പ്ലിറ്റായിട്ട് മാറി തിരയാമെന്ന് മസിലൻ പറയും. എന്നാലേ കൂടുതൽ സ്ഥലം നോക്കാൻ പറ്റുള്ളൂ. ഹീറോ ഇങ്ങനെ ഒറ്റയ്ക്ക് അകത്തൂടെയൊക്കെ പരിശോധിച്ച് നടക്കുമ്പോൾ പുറകിൽ നിന്നൊരു കൈ. അങ്ങേര് പേടിച്ച് തിരിഞ്ഞു നോക്കും. സി.ജെ ആണത്. അവനൊരു പട്ടാളക്കാരന്റെ വേഷത്തിൽ നിൽക്കുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നു ചെറുക്ക, നിന്നെ തേടി ഞങ്ങൾ അലിയായിരുന്നു, ഭാഗ്യം ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ, വായോന്നും പറഞ്ഞ് ഹീറോ ആ ചെറുക്കനെ വിളിച്ചോണ്ട് പോകും. പക്ഷെ കുറച്ചു ദൂരം പോയിട്ട് നോക്കുമ്പോഴാണ് ഹീറോ വിളിച്ചോണ്ട് പോയ അതേപോലെ ജിഫും ഏതോ ഒരു പയ്യനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരും ഒരേപോലെ ഉണ്ട്, സി.ജെ പോലെ തന്നെ ഇരിക്കുന്നു. ജിഫ പിള്ളേരോട് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരിലും ഞങ്ങളുടെ സി.ജെ ആരാണെന്ന്. ഉടനെ പിള്ളേര് ജിഫിന്റെ മേലേക്ക് ചാടി വീണ് അവനെ തല്ലാൻ തുടങ്ങുക. ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ജിഫ രണ്ട് പിള്ളേരെയും ഭിത്തിയിലടിച്ച് ബോധം കെടുത്തും. നീ ഇത്രയ്ക്കും ക്രൂരതയോടെ പെരുമാറാൻ പാടില്ലെന്ന് ഹീറോ മസിലിനോട് പറയുകയാണ്. മസിലൻ പറയും, ഞാൻ ഈ വൃത്തികളെ തല്ലിയില്ലെങ്കിൽ ഇവന്മാരിപ്പ എന്നെ തല്ലിക്കൊന്നേനെ. ഇത് പറയുമ്പോഴേക്കും ആ താഴെ വീണ പിള്ളേര് വീണ്ടും എഴുന്നേറ്റു. അവരടിക്കാൻ വരിക. ഹീറോ ഉടനെ ഇമ്മാരി കച്ചറക്കളിക്ക് ഞാനില്ല, ഞാൻ വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി പോകാൻ നിൽക്കുക. ജെഫും കൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും ഈ സി.ജെയെ പോലെ തന്നെ ഒരുപാട് പിള്ളേര്, ആ കമ്പനിയിൽ നിന്നുണ്ടാക്കിയ ഒരുപാട് പിള്ളേര് വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുക. ജിഫ് എല്ലാ പിള്ളേരെയും ഇടിച്ചിടും. എന്നാൽ ഇതിലെ കുറച്ച് പിള്ളേര് ഹീറോനെയും കയറി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പൊ ജിഫ് പറയും, മോന്തയ്ക്ക് ഒരു കുത്തു കൊടുത്തിട്ട് സോറി പറയും, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതേപോലെ ചെയ്യാണ് ഹീറോ. അങ്ങനെ ഇവർ ഓടി ഓടി ഒരു മൂലയിലേക്ക് എത്തി. ഇനിയിപ്പോൾ രക്ഷപ്പെടാന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഉണ്ടൊരു ഇതേപോലത്തെ 100 പിള്ളേര്. അവർ ഓടി വരെ ഇവരെ പിടിക്കാൻ. ഇവർ ജീവനം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കവേ അവിടുത്തെ ഡോർ അടയും. ഈ പിള്ളേരെല്ലാം ആർമിക്കാരെ പോലെ രണ്ടെണ്ണത്തിനെയും തീർക്കാൻ വേണ്ടി വരിക. അവസാന നിമിഷമായെന്ന് രണ്ടുപേർക്ക് മനസ്സിലായി. അപ്പൊ ജിഫ് ഹീറോയ്ക്ക് കൈ കൊടുത്തിട്ട് പറയും, കൈ കോർത്ത് പിടിച്ചോ, എന്തായാലും അവസാന നിമിഷം ഞാൻ നിന്റെ കൂടെയാണ്, അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന്. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ ഇവരൊരുപാട് കളിച്ചതും ചിരിച്ചതും കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതൊക്കെ കാണിക്കുന്നുണ്ട്. രണ്ട് സ്നേഹനിധിയായ ഇണക്കുരുവികൾ. ഇതെന്തൊരു നാണക്കേടാടോ എന്നും പറഞ്ഞ് ഹീറോ വേറെ വഴിയില്ലാതെ അവന് കൈ കൊടുക്കുക. അപ്പോഴായിരിക്കും ഈ ഓടി വന്ന പിള്ളേര് ഒരു ഇൻവിസിബിൾ ഇലക്ട്രിക് ഫെൻസിൽ തട്ടിത്തടഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുക. അവർക്ക് വെളിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ തന്തമാരെയും പിടിക്കാൻ പറ്റില്ല. ഇത് കണ്ട് തന്തമാര് സന്തോഷത്തോടെ തുള്ളിച്ചാടുമ്പോഴാണ് പുറകിൽ നിന്ന് വന്ന ഒരു ആഫ്രിക്കക്കാരൻ മസിലന്റെ മണ്ടയ്ക്ക് ഒരു കൊട്ടും കൊടുത്ത് ഇവരെ പിടിക്കുക. ഇവരെ പിടിച്ചിട്ട് എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോവാണ്. അതിനിടയിൽ മസിലിന് ആഫ്രിക്കക്കാരൻ ഒരു അടിയും കൊടുത്തിട്ട് ഹീറോയെ രക്ഷപ്പെടുത്തി വിടുക. ഓടിക്കോ വീട്ടിലേക്ക് ഓടിക്കോ എന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ജീവനം കൊണ്ടുപോടും. ഈ ആഫ്രിക്കക്കാരൻ മസിലിനെ നമ്മുടെ വടിച്ച മോക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ ഇങ്ങേരെ ആർമിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ഉണ്ടായിരുന്ന കേണലില്ലേ, പുള്ളിക്കാരൻ അവിടെ ഉണ്ട്. ഇവരൊക്കെ കൂട്ടുകൂടിയിട്ടാണ് ഈ ക്ലോൺ പിള്ളേരെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് ഹീറോ തന്റെ മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറയാം. എന്നാൽ മകനാണെങ്കിൽ ജെഫിനിങ്ങനെ തനിയെ വിട്ടു പോകാൻ പാടില്ല, അങ്ങേരെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. ആ നേരത്തെ ഹീറോ, നിങ്ങൾ എന്തിനാണ് എന്നെ വെച്ച് ക്ലോൺ ഉണ്ടാക്കിയെന്ന് കേണലിനോട് ചോദിക്കുകയാണ്. കേണൽ പറയും, എല്ലാം കൊണ്ടും നീയായിരുന്നു എൻ്റെ പെർഫെക്റ്റ് സോൾജർ. പക്ഷേ നിനക്ക് ഇമോഷൻസ് ഉണ്ടായിരുന്നു, എംപതി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആർമിക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് ആ എംപതി ഇല്ലാത്ത പെർഫെക്റ്റ് സോൾജറെ ഞങ്ങൾ ഉണ്ടാക്കിയത്. ഒരു ഇമോഷൻസും ഇല്ലാത്ത റിയൽ സോൾജേഴ്സ്. അതാണ് നമ്മുടെ നാട്ടിന് വേണ്ടത്. അതിലെ പ്രൊഡക്റ്റാണ് ഇതെന്നും പറഞ്ഞ് അവർ സി.ജെയെ വിളിച്ചു വരുത്തും. ഈ സോൾജേഴ്സ് ഒരിക്കലും ടയേർഡ് ആവില്ല, ഇവർക്ക് ഫീലിങ്സും ഇല്ല. ഇതാണ് പെർഫെക്റ്റ് ജനറ്റിക് സോൾജർ. ഇവരെന്തിനാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം, ഞാൻ പറയുന്നതായിരിക്കും അവർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് കേണൽ ചെറുക്കന്റെ കയ്യിൽ ഒരു അമ്പ് കൊടുത്തിട്ട് അവന്റെ അപ്പനായ അവന്റെ കോശത്തിന്റെ ദാതാവായ ജെഫിനെ ഷൂട്ട് ചെയ്യാൻ പറയുകയാണ്. അപ്പൊ ജെഫ് മകനോട് പറയും, മോനെ നീ മെഷീനല്ല, മനുഷ്യനാ. എന്നെ വെച്ചാണ് നിന്നെ ഉണ്ടാക്കിയതെങ്കിൽ എന്റെ മനസ്സ് നിനക്കും ഉണ്ടാവും. അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യരുത്. ഇത് കേൾക്കുമ്പോൾ സി.ജെ പുരികം പൊക്കി കാണിക്കുന്നു. അതായത് ശരിക്കും അവൻ ഇമോഷൻസ് ഉണ്ടായിരുന്നു, ഇവർക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. ചെറുക്കൻ പൊടുന്നനെ തിരിഞ്ഞ് നമ്മുടെ ടെസ്ലാക്കാരന്റെ ചന്തയ്ക്ക് ആ അമ്പും കൊണ്ട് ഈയാണ്. ഉടനെ ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാം ഇവരെ ആക്രമിക്കാൻ തുടങ്ങും. നമ്മുടെ അപ്പനും മകനും കൂടെ ചേർന്ന് എല്ലാ പട്ടാളക്കാരെയും ഇടിച്ചിടുക. അവസാനം ഈ കേണൽ വരുന്നുണ്ട് തോക്ക് എടുത്തിട്ട്. പതിവ് പോലെ ഭിത്തിയും പൊളിച്ച് ഹീറോ അവിടേക്ക് എൻട്രി കൊടുത്തു. എന്നാൽ ഇപ്രാവശ്യവും എതിരാളിയെ ഹീറോയെ കൊണ്ട് ഇടിക്കാൻ പറ്റിയില്ല. നമ്മുടെ ജെഫ് തന്നെയാണ് കേണൽ ഇടിച്ചു വീഴ്ത്തുന്നത്. ഇത്തവണയെങ്കിലും എനിക്ക് ആളെ കിട്ടിയോ, ഞാൻ കാണാൻ സൂപ്പർ ആയിരുന്നോ എന്ന് ഹീറോ മകനോട് ചോദിക്കുക. മോൻ പറയും, ഇത്തവണയും നമുക്ക് ആളെ കിട്ടി. അപ്പൻ ഇപ്രാവശ്യം ബാഡാസ് ആയിരുന്നു, ഹീറോയെ പോലെ
കുട്ടികളുണ്ടായിരുന്നു. ഇവർ നോക്കുമ്പോൾ മറ്റേ മകനും അപ്പനും കെട്ടിപ്പിടിക്കുന്നുണ്ട്, CJയും ഡാഡിയും. അത് കഴിഞ്ഞ് 2 അപ്പന്മാരും 2 പിള്ളേരും അവിടുന്ന് രക്ഷപ്പെട്ട് സമാധാനത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഈ ഇല്ലീഗലായിട്ട് പണിത ഫാക്ടറിയും കൂടെ കത്തിച്ചിട്ടായിരിക്കും നമ്മുടെ ആൾക്കാർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഈ കഥയെല്ലാം വന്ന് വീട്ടിൽ ഭാര്യയോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തൊക്കെയോ ഇല്ലാ കഥകൾ പറഞ്ഞ് ഭാര്യയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഹീറോ. അപ്പോഴായിരിക്കും ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. നോക്കുമ്പോൾ പുതപ്പും തലയണയും എടുത്തിട്ട് നമ്മുടെ ജെഫും മകനും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ജെഫ് ചോദിക്കും, നിനക്കറിയോ ഒരു സംഭവം ഉണ്ടായി, എന്താന്ന് ചോദിക്കും. അതിന് ഹീറോ, എനിക്ക് ആ സംഭവം അറിയണ്ട, ഞാൻ സമാധാനത്തോടെ കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുകയാണ്, ആ സംഭവം വേറെ എവിടെയെങ്കിലും പോയി പറയുമെന്ന് പറയും. ഉടനെ ജെഫ്, നീ ഇങ്ങനെ കളിപ്പിക്കാതെ, ആ സംഭവം കേൾക്ക്, ഞങ്ങളെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടു, ഇനി ഞങ്ങൾക്ക് പോകാൻ സ്ഥലമൊന്നുമില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ അകത്തു വന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് ഇവർ വീടിനകത്തേക്ക് ചാടിക്കയറുക. അവിടെ വെച്ച് പ്ലേ ഡേറ്റ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി ത്രില്ലർ സിനിമയും ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരയ്ക്കും അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഊറു കഥ.